ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയോഡ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡയോഡിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്സ് ആണ്. ഓക്കെ, ഒരു 2-3 ടൈപ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രോബ്ലംസൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ബട്ട് ഇനീഷ്യലി നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ്സ് അറിയണം. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു അവർ ഡയോഡ് ഇക്വലൻറ്റ് സർക്യൂട്ട്സ്. ഓക്കെ, അപ്പം ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമ്പിനേഷൻ ആണ് അല്ലേ. നമ്മുടെ RLC സർക്യൂട്ട്സ്, RLC എലമെൻറ്റുകളെ എന്താണ് കോമ്പിനേഷനുകളാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 3 ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പീസ് വൈസ് ലീനിയർ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഓക്കെ, പീസ് വൈസ് ലീനിയർ ഇക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് ആദ്യം അത് തന്നെ നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള ടൈപ്സ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് കർവ് എന്താണെന്ന് വെച്ചാൽ ലീനിയർ ആണ്. ഓക്കെ, വിത്ത് സം സ്മോൾ നോൺ ലീനിയാരിറ്റി വളരെ കുറവ്, അറ്റ് ദ സെയിം ടൈം ലീനിയർ കർവ് എന്നുള്ളൊരു ഇതിൽ അസ്യൂം ചെയ്യുവാണ്. അസംഷനൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ഒരു ഡയോഡിൻ്റെ നമ്മുടെ കർവ് അല്ലേ. ഇതാണ് നമ്മൾ VB അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നത് VB ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് കടന്നു പോയാലാണ് നമ്മൾ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇതിൽ അകത്തുനിന്ന് സ്ലോപ്പ് അല്ലെങ്കിൽ നമ്മൾ സ്ലോപ്പാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ, ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും പെർപെൻഡിക്കുലർ ബൈ ബേസ് അല്ലേ, ശരിയല്ലേ. അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യം, റെസിസ്റ്റൻസ്, ഡയോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ലോപ്പാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് അറിയാം. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വാട്ട്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്, അതായത് പെർപെൻഡിക്കുലർ ബൈ ബേസ് ആയിരിക്കും. അപ്പോൾ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ID ഡിവൈഡഡ് ബൈ VD, ശരിയല്ലേ. നമുക്കറിയാം VD ഈക്വൽ ടു എന്താണ്? ID ഇൻറ്റു RD ആണെന്ന് അറിയാലോ അല്ലേ. അപ്പോൾ ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ 1 സ്ലോപ്പ്, ഇതിന് പകരം 1 സ്ലോപ്പ് എടുത്തതിന് എന്ത് വരും? 1 സ്ലോപ്പ് ഈസ് ഈക്വൽ ടു VD ഡിവൈഡഡ് ബൈ ID, ശരിയല്ലേ. VD ഡിവൈഡഡ് ബൈ ID, അതായത് VD ബൈ ID എന്ന് പറഞ്ഞ സാധനം എന്താ? RD ആണ്, ശരിയല്ലേ. അപ്പോൾ നമുക്കിത് പ്രൂവ് ആയി. RD എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 സ്ലോപ്പ് എന്ന് കിട്ടും. 1 സ്ലോപ്പ് ഈക്വൽ ടു RD നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഇനി ഇക്വലൻറ്റ് സർക്യൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇക്വലൻറ്റ് സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡയോഡ്, അതായത് ഇവിടെ ഒരു ഡയോഡ് ഉണ്ടാവും. സിമിലർലി ഇവിടെ ഒരു ബയാസിങ് വോൾട്ടേജ്, പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത്, നമ്മുടെ ഈ ഒരു സെക്ഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് VD, അതായത് ബയാസ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇവിടെ ഇതാണ് ID, ദെൻ ഇതാണ് VB. ഓക്കെ, ഇതാണ് നിങ്ങളുടെ RD. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു സെക്ഷനെയാണ് മൊത്തത്തിലാണ് നമ്മൾ പീസ് വൈസ് ലീനിയർ മോഡൽ എന്ന് പറയുക. ഓക്കെ, ഇതാണ് നമ്മൾ പീസ് വൈസ് ലീനിയർ മോഡൽ. ഈ ഡയോഡ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഇറ്റ് ഈസ് ടു റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ലേ. അതെങ്ങനെ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ആദ്യം നോക്കാം. എന്നിട്ട് റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ്, ഇതാണ് ID, ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ പീസ് വൈസ് ലീനിയർ മോഡൽ എന്ന് പറയുന്ന സാധനം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വാട്ട് വിൽ ലുക്ക് ലൈക്ക് ഒരു നമ്മളെ ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ ഒന്നാമത്തെ പോർഷൻ. ഓക്കെ, അതായത് പീസ് വൈസ് ഇത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഡയോഡ് ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഒരു RD ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് വൺ ഈസ് ദ സെക്കൻഡ് വൺ ഈസ് ദ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ഇക്വലൻറ്റ് സർക്യൂട്ട്, സിംപ്ലിഫൈഡ് ഇക്വലൻറ്റ് സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, വി ആർ അസ്യൂമിങ്, നേരത്തെ അതേ അസംഷൻ നടത്തുവാണ്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സിംപ്ലിഫൈഡ് ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വി ആർ ഹാവിങ് RD 0. ഓക്കെ, RD 0 എന്ന് പറഞ്ഞാൽ നമ്മളെ 1 സ്ലോപ്പ് ആണ് 0, ശരിയല്ല. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് എത്ര വരും? യുവർ സ്ലോപ്പ് വിൽ ബി ഇൻഫിനിറ്റി. ക്ലിയർ? അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ ആണ് ഇൻഫിനിറ്റി, അതായത് തീറ്റ എത്രയായിരിക്കും? തീറ്റ വിൽ ബി 90 ഡിഗ്രീസ്. ക്ലിയർ? അപ്പോൾ നമ്മളൊരു ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ എന്ത് വരും? ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്, VD ദെൻ ID, ദെൻ ഇതാണ് നമ്മുടെ VB വരിക, ശരിയല്ലേ. എത്ര ആംഗിളിലാണ്? ഇറ്റ് വിൽ ബി 90 ഡിഗ്രി, അതായത് RD ഈക്വൽ ടു എന്താണ്? 0.
ക്ലിയർ? ഇതാണ് ദിസ് വിൽ ബി ദ അപ്രോക്സിമേറ്റ് നമ്മുടെ കർവ്. നേരത്തെ നമ്മൾ കർവ് വരച്ചത് ഇതാ, ഈ കർവ് വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെയായിരിക്കും കർവ് ഉണ്ടാവും. കാരണം സ്ലോപ്പ് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. അത് നമ്മൾ ആർ ഡി എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർ ഡി 0 ആയതുകൊണ്ട് തന്നെ ഇനി ആർ ഡിൻ്റെ എഫക്റ്റ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇക്വലന്റ് സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഏതാണ്? നേരത്തെ ഡയോഡ് ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ശരിയല്ലേ? പ്ലസ് മൈനസ് ഐ ഡി, ഇതാണ് വി ബി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് വരുന്ന സാധനം. എന്താ? ദിസ് ഈസ് യുവർ ഇക്വലന്റ് സർക്യൂട്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വലന്റ് സർക്യൂട്ടാണ് ഇത് കേട്ടോ. മോസ്റ്റ്ലി നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കാണുന്നത്, പ്രോബ്ലം ഞാൻ ചെയ്യും, അപ്പോൾ പ്രോബ്ലത്തിലൊക്കെ കാണുന്ന ഒരു ഇക്വലന്റ് സർക്യൂട്ട് ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ പ്രോബ്ലംസിൽ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇതൊരു 5 വോൾട്ട്, ഇതൊരു 0, അല്ലെങ്കിൽ ഒരു 10 വോൾട്ട്, ഇതൊരു 0 വോൾട്ടാന്ന് വിചാരിക്കും. അപ്പോൾ ഫോർവേഡ് ബയാസിൽ ഇത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് റെപ്രസെൻറ്റ്, ഇത് മാറ്റി എഴുതും. ഓക്കെ, ഇത് മാറ്റി എഴുതിയിട്ട് ഇങ്ങനെ എഴുതും. ക്ലിയർ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിൽ വരുമ്പോൾ നമ്മൾ വി ബി എന്തായിട്ട് എഴുതും? വി ബി നമ്മൾ കോമൺലി നമ്മൾ 0.7 ആണല്ലോ എടുക്കുക. ജർമ്മനിയാണ് 0.3, സിലിക്കൺ ഡയോഡാണ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ കാണാറ്. അപ്പോൾ 0.7. ഓക്കെ, അതിൻ്റെ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിലോ, ആ റിവേഴ്സ് ബയാസ്ഡിൽ ഇവിടെ 0-ഉം ഇവിടെ 5 വോൾട്ടും ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതെന്താണ്? ദിസ് വിൽ ബി ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇതൊരു ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. ഏതാണ് കേസ്? The case is of reverse biased. Case is of reverse biased. Clear? ഇതിൻ്റെ കേസ് ഏതാണ്? This is of forward biased. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 കേസാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് തിയറി പാർട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സിമിലർലി ഇതേപോലെ നമ്മൾ വേറൊരു ടൈപ്സ് ആണ് ഐഡിയൽ ഇക്വലന്റ് സർക്യൂട്ട്. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ് ഐഡിയൽ ഇക്വലന്റ് സർക്യൂട്ട് അല്ലേ? ഐഡിയൽ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരച്ചതാണ് ഓൾറെഡി. ഇതാണ് വി ഡി, ഇതാണ് നിങ്ങളുടെ ഐ ഡി അല്ലേ? അപ്പോൾ ദിസ് വിൽ ലുക്ക് ലൈക്ക് യുവർ, ഇതാണ് എന്തിന് തുല്യമായിട്ടുള്ള നമ്മുടെ ഐഡിയൽ ഇക്വലന്റ് സർക്യൂട്ടിൻ്റെ ഗ്രാഫായിട്ട് വരുന്നത് അല്ലേ? ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? അവിടെ ഒരു ഡയോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? പ്ലസ് ഓർ മൈനസ് വി ഡി, തന്നെ ഇതാണ് നമ്മുടെ എന്ത്? ഐ ഡി. അപ്പോൾ ഐ ഡി അല്ല, ഐ ഡി. ഓക്കെ, ഫൈൻ. അപ്പോൾ ദിസ് വിൽ ബി യുവർ ഇക്വലന്റ് സർക്യൂട്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കാനുള്ളത്? നമ്മൾ ഡയോഡ് ഇക്വലന്റ് സർക്യൂട്ടുകളിൽ പഠിക്കാനുള്ള 3 ടൈപ്പാണ്. ഇതിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡലാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഈ ടൈപ്പ് ഓഫ് ഇക്വലന്റ് സർക്യൂട്ടാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യാറ്? യൂസ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലോഡ് ലൈൻ അനാലിസിസ്. എന്താണ് ലോഡ് ലൈൻ അനാലിസിസ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ലോഡ് ലൈൻ അനാലിസിസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഡയോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെയാണ്? നോൺ ലീനിയർ ആണല്ലോ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഡയോഡ് നോൺ ലീനിയർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളൊരു ഇക്വലന്റ് സർക്യൂട്ട് വരക്കുവാണെങ്കിൽ നമ്മളൊരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്ലസ് ഓർ മൈനസ് വി, ഇതാണ് നിങ്ങളുടെ ലോഡ് റെസിസ്റ്റർ, ഇതാണ് നിങ്ങളുടെ ഡയോഡ്. ഓക്കെ, പ്ലസ് ഓർ മൈനസ് വി ഡി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഐ ഡി. ക്ലിയർ? അപ്പോൾ ഇതിലാണ് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുവാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോൺ ലീനിയർ ഇതെന്തുകൊണ്ടാണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്? അതായത് ഇത് ഓംസ് ലോനെ എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. ഇറ്റ് ഡസൻറ്റ് ഫോളോ യുവർ ഓംസ് ലോ. ശരിയല്ലേ? അപ്പോൾ ഇതിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? നിങ്ങൾ ഈ സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്യും, അതായത് ഈ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇറ്റ് വിൽ ബി മൈനസ് വി, ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ വരുന്നത്? മൈനസ് വി പ്ലസ് ഐ ഡി ഇൻറ്റു ആർ എൽ പ്ലസ് വി ഡി ഈക്വൽ ടു 0. ശരിയല്ലേ? വി എന്ന് പറഞ്ഞാൽ എന്ത് വരും? വി ഇസ് ഈക്വൽ ടു ഐ ഡി ആർ എൽ പ്ലസ് വി ഡി. ക്ലിയർ? ഈ ഒരു അവസ്ഥയിൽ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഐ ഡി ആർ എൽ പ്ലസ് വി ഡി. കാരണം ഒരു ടോട്ടൽ വോൾട്ടേജ് ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സം ഇത് പ്ലസ് ഇത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 2-3 അസംഷൻസ് ആണ്. ഒന്ന് വി ഡി ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നിങ്ങളുടെ വി എന്ത് വരും? വി വിൽ ബി ഐ ഡി ആർ എൽ. ശരിയല്ലേ? അതായത് നിങ്ങൾക്ക് ഐ ഡി എത്ര കിട്ടും? യുവർ ഐ ഡി വിൽ ബി വി ബൈ ആർ എൽ. ശരിയല്ലേ? ഏതാ കണ്ടീഷൻ? വെൻ വി ഈസ് ഈക്വൽ ടു 0.
ക്ലിയർ? ഇതുപോലെ വെൻ ഐ ഡി ഈക്വൽ ടു 0 എന്താണ് കണ്ടീഷൻ വരിക? ഐ ഡി 0 ആകുമ്പോൾ നിങ്ങൾ വി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? ഇറ്റ് വിൽ ബി അഗെയിൻ വി ഡി. ശരിയല്ലേ? അങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണല്ലേ. ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫിഗറിൽ. ഓക്കെ, അപ്പോൾ ഫിഗറിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം. ദിസ് ഈസ് യുവർ വി ഡി ആൻഡ് ദിസ് ഈസ് യുവർ ഐ ഡി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇനീഷ്യൽ ഗ്രാഫ്, ഇങ്ങനെയാണ്. ശരിയാണല്ലോ? ഇനി ഈ പോയിന്റ്സ് റെപ്രസെൻറ്റ് ചെയ്ത സാധനത്തിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ക്ലിയർ? അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരിക? എന്താണ് വരിക? ഇത് ഈ പോയിൻ്റാണ് നമ്മുടെ എന്ത് 0 വിയും, കാരണം ഇത് വി ഇവിടെ 0 അല്ലേ. ഈ ആക്സിസ് പോയിന്റുകൾ ഏതൊക്കെയാണ്? ദിസ് ഈസ് യുവർ വി ബൈ ആർ എല്ലും 0വും. ശരിയല്ല? അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റും ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ക്രോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഐഡിയലിനെ ക്രോസ് ചെയ്യുന്ന, ഐഡിയൽ ആയിട്ടുള്ള സാധനത്തിനെ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ഐഡിയൽ അല്ല, നമ്മൾ പ്രാക്ടിക്കലിൻ്റെ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഐഡിയൽ അല്ല സോറി, ഇത് പ്രാക്ടിക്കൽ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. ശരിയല്ലേ? ഇതിനെ ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ലോഡ് ലൈൻ. ഓക്കെ, ഇതിനാണ് നമ്മൾ ലോഡ് ലൈൻ റെപ്രസെൻറ്റ്. അപ്പോൾ ഈ മീറ്റിംഗ് പോയിന്റ് നമ്മൾ ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എന്താണ് ഈ ക്യൂവിൻ്റെ പേര്? ദിസ് ഈസ് യുവർ ഓപ്പറേറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേറെ പേരിട്ട് വിളിക്കും. ദാറ്റ് ഈസ് യുവർ ക്യൂസെൻറ്റ് പോയിന്റ്. ഓക്കെ, അത് നമ്മൾ ക്യൂസെൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ആ ക്യൂ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ദിസ് വിൽ ബി റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഇവിടെ ഒരു ഐ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് ഐ ഡി ക്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ എന്ത് റെപ്രസെൻറ്റ് ചെയ്ത് യു റെപ്രസെൻറ്റ് ദിസ് ആസ് വി ഡി ക്യൂ, അതായത് ക്യൂ പോയിന്റിലെ വി, അതാണ് വി ഡി ക്യൂ ഐ ഡി ക്യൂ. ഓക്കെ, അപ്പം ഈ ഒരു റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ സ്ലോപ്പ് കാണലാണ്. ഓക്കെ, അപ്പോൾ ഈ ലോഡ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഓൾറെഡി നമ്മളെ ഇക്വേഷൻ നമ്മൾ കാണേണ്ടതാണ് സ്ലോപ്പ് ഓഫ് ലോഡ് ലൈൻ. ഓക്കെ, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്ത്? ഓൾറെഡി നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളെ വിൻ്റെ ഫോർമുല എല്ലാം അറിയാമല്ലോ. എന്താണ്? വി ഈസ് ഈക്വൽ ടു ഐ ഡി ആർ എൽ പ്ലസ് വി ഡി. ശരിയല്ലേ? ഇത് നമ്മൾ ആർ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വി ബൈ ആർ എൽ ഈസ് ഈക്വൽ ടു ഐ ഡി പ്ലസ് വി ഡി ബൈ ആർ എൽ. കറക്റ്റ്? അപ്പോൾ ഇനി റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു സ്ലോപ്പ് ഇക്വേഷൻ, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഐ ഡി മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഐ ഡി എന്ത് വരും? യു വിൽ ഗെറ്റ് ഐ ഡി ആസ് മൈനസ് വി ഡി ബൈ ആർ എൽ പ്ലസ് വി ബൈ ആർ എൽ. ശരിയാണല്ലോ? അപ്പോൾ ഇത് സ്ലോപ്പ് ഇക്വേഷൻ, നമ്മുടെ സാധാരണ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താ? വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അല്ലേ. ഇത് പ്രകാരം നിങ്ങളുടെ സി എന്താണ്? ഇതല്ലേ. അപ്പോൾ യുവർ സി വിൽ ബി വി ബൈ ആർ എൽ. ഇത് പ്രകാരം നിങ്ങളുടെ എക്സ് ആക്സിസിലാണ് ആരുള്ളത്? എക്സ് ആക്സിസ് ആണ് നിങ്ങളുടെ ഈ നമ്മളുടെ ഡി വി ഡി അല്ലേ. അപ്പോൾ എം എന്ത് വരും? യുവർ എം വിൽ ബി വാട്ട്? യുവർ എം വിൽ ബി ഈ ഒരു റേഞ്ച് മാത്രം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എത്ര? എം ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആർ എൽ. ദിസ് ഈസ് യുവർ സ്ലോപ്പ് എം. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എം എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ ആർ എൽ ആണ്. അപ്പോൾ ഓൺ ചേഞ്ചിങ് യുവർ ലോഡ് റെസിസ്റ്റൻസ് വി ക്യാൻ ചേഞ്ച് ദ സ്ലോപ്പ് മാറും. അതുപോലെ തന്നെ എന്തും മാറും? ദ ക്യൂ പോയിന്റ് വിൽ ഓൾസോ ബി ചേഞ്ച്ഡ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത്, അപ്പോൾ ഇതാണ് നിങ്ങളെ ലോഡ് ലൈൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ഇതാണ് നിങ്ങളെ ലോഡ് ലൈൻ അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡയോഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമുക്ക് 3 ടൈപ്പ് റെസിസ്റ്റൻസ് ലെവലുകളാണുള്ളത്. ഒന്ന് നമ്മുടെ ഡി സി, അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്, അതായത് ഡി സി റെസിസ്റ്റൻസ് എന്ന് പറയാം. സെക്കൻഡ്ലി വി ആർ ഹാവിങ് യുവർ എ സി ഓർ ഡൈനാമിക് റെസിസ്റ്റൻസ്, എ സി അല്ലെങ്കിൽ നമ്മുടെ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ദെൻ തേർഡ് വൺ എന്താണ്? തേർഡ് വൺ ആണ് നിങ്ങളുടെ ആവറേജ് എ സി റെസിസ്റ്റൻസ്. ഓക്കെ, നമ്മുടെ ആവറേജ് എ സി റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഡി സി റെസിസ്റ്റൻസിനെ കുറിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ, ഡി സി റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ലോഡ് ലൈനിൻ്റെ ജസ്റ്റ് ഫിഗർ ഒന്ന് വരക്കാം. ലോഡ് ലൈൻ അല്ല, നമ്മളെ ഐഡിയൽ സാധനത്തിൻ്റെ ഫിഗർ ഒന്ന് വരക്കാം. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ഗ്രാഫ് ഉള്ളത്. ശരിയല്ലേ? ഓക്കെ, ഇത് വേണ്ട, ഇത് മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് ഉള്ളത്. അപ്പോൾ ഈ കറണ്ടാണ് നമ്മുടെ എന്ത് കറണ്ട്? ദാറ്റ് ഈസ് യുവർ സാച്ചുറേഷൻ കറണ്ട്, അല്ലെങ്കിൽ IS റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലേ. ഇതാണ് നിങ്ങളുടെ ID എന്തിലാണ്? മില്ലി ആംപിയറിലാണ്. ഇതാണ് നിങ്ങളുടെ VD അല്ലേ, വോൾട്ട്. അപ്പം ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? VDQ എന്നും ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IDQ എന്നും കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഫോർവേഡ് ബയാസിൻ്റെ കേസിൽ
വാട്ട് വി കോൾ ഫോർവേഡ് ബയാസിൻ്റെ കേസിൽ നമ്മൾ എന്ത് പറയുന്നു, ഇതാണ് നമ്മുടെ സെക്ഷൻ. അതുപോലെ ഇത് റിവേഴ്സ് ബയാസ് ഇതാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ സ്ലോപ്പ് അല്ലെങ്കിൽ നമ്മൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, V/I ആണ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ DC റെസിസ്റ്റൻസ് എവിടെ ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ നീ പോയിന്റ്, ശരിയല്ലേ. സോ യുവർ DC റെസിസ്റ്റൻസ് വിൽ ബി ഹയർ അറ്റ് ദ നീ. ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. DC റെസിസ്റ്റൻസ് വിൽ ബി ഹയർ അറ്റ് ദ നീ. ഓക്കെ, ഇവിടെ നമുക്കറിയാം IS വെരി ലോ വാല്യൂ ആണ്. വെരി ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IS വളരെ കുറവാണെങ്കിൽ നിങ്ങളുടെ RD എന്തായിരിക്കും, RD ഈസ് വെരി ഹൈ, ശരിയല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഈ കേസിൽ നമ്മൾ സാധാരണ R റെസിസ്റ്റൻസ് V/I എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് VdQ / IdQ. ഓക്കെ, ഈ പോയിന്റാണ് നമ്മൾ Q പോയിന്റ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ക്യുസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യുസെൻറ്റിൻ്റെ ശരിക്കുള്ള മീനിങ് എന്താണ്? Quiescent means what? Quiescent means nothing but it is still or unvarying. ഇതാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ്. ഓക്കെ, സ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് അൺവേരിയിങ് എന്ന് പറയുന്ന സാധനമാണ് ആര്, ക്യുസെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് അത്രേ പറയാനുള്ളൂ ആ കാര്യത്തിൽ. ഇനി അടുത്ത AC റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിലാണ് രണ്ട് കാര്യം പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫിഗർ നേരത്തെ അതേപോലത്തെ കണ്ടീഷൻ തന്നെയാണ്. ഇത് VD, ഇതെന്താണ് ID. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ പോയിൻറ്റ്സുകളാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മളിവിടെ 3 പോയിൻറ്റുകളാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 ഇത്, ഓക്കെ ഇവിടെ 1, ഇത് 2, ഇത് 3 അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 3 പോയിൻറ്റുകളെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളൊരു ഫിഗറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് എന്ത് ചെയ്യും, കൂടും, പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ കുറയും. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് വിൽ ബി യുവർ Q. 3 ക്യുസെൻറ്റ് പോയിന്റുകൾ റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. ഇത് Q, ഇത് Q1, അതുപോലെ ഇതെന്ത് റെപ്രസെൻറ്റ് ചെയ്യാം, യു ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ആസ് Q2. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരാമെന്ന് വെച്ചാൽ വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ VD, ഒരു ചെറിയ ചേഞ്ച് ഇൻ VD, അതാണ് ഈ സ്മോൾ ചേഞ്ചുകളാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ കൂടിയും കുറഞ്ഞുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യുസെൻറ്റ് പോയിന്റുകൾ ഇങ്ങനെ മാറുന്നു. ഇവിടെ Q1 വരും, ഇവിടെ Q2 വരും. ഓക്കെ, അപ്പോൾ ഈ സ്മോൾ ചേഞ്ച് ഇൻ VD എന്ന് പറഞ്ഞാൽ നമ്മൾ ID എന്ത് ചെയ്യും, വളരെയധികം ചേഞ്ച് ചെയ്യും അല്ലേ. IDയും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചേഞ്ചിനെ ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ എടുക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് Q ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ എന്താണ് ഡെൽറ്റ ചേഞ്ച്. അത് AC വരുമ്പോൾ നേരത്തെ DC ആകുമ്പോൾ വേറെ പ്രശ്നം. ഇപ്പോൾ AC ആകുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ചേഞ്ചസ് എന്ന് പറയാം, അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഡെൽറ്റ RD ഇത് ഡെൽറ്റ ID ആണെങ്കിൽ നിങ്ങൾ RD എന്ത് വരും, ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് VD / ഡെൽറ്റ ID, ശരിയല്ലേ. റൂം ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലാവുമ്പോൾ എന്താണ് സംഭവിക്കുക, റൂം ടെമ്പറേച്ചർ ഇതിൻ്റെ വാല്യൂ 26 mV / ID, ശരിയല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ AC റെസിസ്റ്റൻസ് will decrease with increase in slope. അതായത് AC റെസിസ്റ്റൻസ് അല്ലെങ്കിൽ R ഇൻവേഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്താലും മതിയാവും. നിങ്ങളുടെ AC റെസിസ്റ്റൻസ് കുറയുക എന്ന് പറഞ്ഞാൽ എന്ത് കൂടുകയെന്ന് അർത്ഥം, സ്ലോപ്പ് കൂടുക എന്നർത്ഥം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട് ആക്ച്വലി. നമ്മൾ ഈ സ്ലോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചേഞ്ച് ഇൻ ഇതിൻ്റെ ഒരു ചേഞ്ചിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. ഓക്കെ, ആ പ്രൂഫ് ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഇക്വേഷൻ ജസ്റ്റ് എഴുതി തരാം. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. DVD / DID ഈ സെയിം സാധനം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ηVT / ID. ക്ലിയർ. അപ്പോൾ RDക്ക് പകരം നമുക്ക് ഇത് എന്ത് എഴുതാം, ηVT / ID എന്ന് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് സാധനം RD DVD / DID, അതായത് ഡിഫറൻഷ്യൽ എടുക്കുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തതിനെ കിട്ടുന്നതാണ് ηVT / ID എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, ഈ RD എവിടെയാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, RD നീലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ RD നമുക്ക് 2 സ്ഥലത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ, ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യാം, സിമിലർലി ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് നീൻ്റെ അടുത്തുള്ള RD നമ്മൾ എടുക്കുന്നില്ല സാധാരണ, ഇത് നമ്മൾ എടുക്കാറില്ല. ഓക്കെ, ഇവിടെയുള്ള പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർ പർപ്പസുകൾക്ക് നമ്മൾ എടുക്കുന്നതെന്നും കൂടി രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, സിമ്പിളാണ്. ഈ ജസ്റ്റ് ഡിഫറൻഷ്യൽ കാണുന്നതാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, AC അല്ലെങ്കിൽ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതാണ് ηVT / ID. ഓക്കെ, ഇനിയുള്ളതാണ് ആവറേജ് AC റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ആവറേജ് AC റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഈ ഗ്രാഫൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെയും R ആവറേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ∆VD / ∆ID തന്നെയാണ്.
ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു പോയിന്റിൽ എടുക്കുവാണ്, ഓരോരോ പോയിന്റുകളിൽ. ഓക്കെ, അപ്പം ദിസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോൺ ബിറ്റ്വീൻ രണ്ട് ഇൻ്റർസെക്ഷൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഇപ്പം ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ വെച്ചാൽ രണ്ട് പോയിന്റുകൾ എടുക്കുക. ഇതിപ്പോൾ ഇതാ സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, അതേപോലെ ഇത് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. അങ്ങനെ രണ്ട് പോയിന്റുകൾ എടുത്തിട്ട് ഇപ്പോൾ ഇത് മിനിമം മാക്സിമം കിട്ടുമല്ലോ. അങ്ങനെ രണ്ട് പോയിന്റുകളുടെ ഡിഫറൻസ്, അതായത് ആർ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വരും, വി മാക്സിമം മൈനസ് വി മിനിമം. ഇത് മിനിമം മാക്സിമം അല്ലേ, അതുപോലെ തന്നെ ഇത് മിനിമം ഇത് മാക്സിമം. വി മാക്സ് മൈനസ് വി മിൻ ഡിവൈഡഡ് ബൈ ഐ മാക്സ് മൈനസ് ഐ മിൻ. ക്ലിയർ? ഇങ്ങനെ വേണമെങ്കിൽ രണ്ട് പോയിന്റിൻ്റെ ചേഞ്ച് ഇൻ ഡിഫറൻസുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ വെൻ യുവർ ഐ ഡി ഈസ് സ്മോൾ, ഓക്കെ, വെൻ ഐ ഡി ഈ ഐ ഡി വളരെ കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ ഈറ്റ ഐഡലിറ്റി ഫാക്ടർ ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കില്ല, അതിന് പകരം n ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഐ ഡി വളരെ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈറ്റ 1 ആയിരിക്കില്ല, അതിന് പകരം യുവർ ഈറ്റ വിൽ ബി ലുക്കിംഗ് ലൈക്ക് 2. ഓക്കെ, ആ ഒരു ചേഞ്ച് ഒന്ന് നിങ്ങളൊന്ന് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്കൊരു സീരീസ് നമ്മൾ ഡയോഡ് കോൺഫിഗറേഷൻ, സിമിലർലി പാരൽ ഡയോഡ് കോൺഫിഗറേഷനുകളുണ്ട്. അങ്ങനെ രണ്ടൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.